ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ യേശോത്തൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും ഗുഹായേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. എന്നുമെന്നും കൂടെയിരിപ്പാൻ അപ്പമായി തീർന്നവനേ, എൻ്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ, ആരാധന അങ്ങേക്കാരാധന. ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം ഏൽഗൃഹ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ കർത്താവ് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും തരുന്ന ശക്തമായ ഒരു സന്ദേശമാണ് മത്തായി 7:7. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. സ്നേഹമുള്ളവരെ, നമ്മൾ കർത്താവിനെ സമീപിക്കുമ്പോൾ, നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ, കർത്താവിൽ നിന്ന് ഒരു ദൈവാനുഗ്രഹം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കർത്താവിൻ്റെ സ്വഭാവം നമ്മൾ പഠിക്കുക എന്നുള്ള കാര്യമാണ്. കർത്താവിനെ നമ്മൾ പഠിക്കണം, കർത്താവിൻ്റെ സ്വഭാവം നമ്മൾ പഠിക്കണം. കർത്താവിൻ്റെ സ്വഭാവം പഠിച്ചിട്ട് കർത്താവിൻ്റെ ആ സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോഴാണ് ദൈവത്തെ പെട്ടെന്ന് എളുപ്പത്തിൽ പ്രസാദിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. അതുകൊണ്ട് ദൈവവചനത്തിലൂടെ കർത്താവിൻ്റെ സ്വഭാവം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവമാണ് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. ഈ ഒരു കാര്യം ഭൂരിഭാഗം പേർക്കും അറിയില്ല. ചോദിക്കാതെ തന്നെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. എന്നാൽ പൊതുവെ നമ്മൾ കാണുക, സുവിശേഷത്തിൽ നമ്മൾ കാണുക, നമ്മൾ ചോദിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്. അതായത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നതായിട്ട് കാണുക. യാക്കോബ് സ്ലീഹ ഇത് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ആ വചനഭാഗമൊന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. യാക്കോബ് സ്ലീഹ എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ 2-ാമത്തെ തിരുവചനം നമുക്കൊന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഏറ്റു പറയുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്യുന്നു, എന്നാൽ നിങ്ങൾക്ക് ഒന്നും ലഭിക്കുന്നില്ല. നിങ്ങൾ വഴക്കിടുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു, നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല. അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. കണ്ടോ, യാക്കോബ് സ്ലീഹ പറയുകയാണ്, എന്തുകൊണ്ടാണ് നമുക്കൊരു കാര്യം ലഭിക്കാത്തത്? നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല, അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് നടന്നു കിട്ടണമെങ്കിൽ, ഒരു ദുരിതമോ ഒരു സങ്കടമോ വിഷമോ രോഗമോ തടസ്സങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് യാക്കോബ് സ്ലീഹ കൂട്ടിച്ചേർത്ത് എഴുതി വെച്ചിരിക്കുക. ആ വചനം നേരിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കാം. യാക്കോബ് സ്ലീഹ എഴുതിയ ലേഖനം 5-ാം അധ്യായം
13-ാം തിരുവചനം എല്ലാവരും ഉച്ചത്തിലേറ്റ് പറഞ്ഞേ. നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. കണ്ടോ, ദുരിതം വരുമ്പോ, ദുഃഖം വരുമ്പോ, സഹനം വരുമ്പോ എന്ത് ചെയ്യണം? ദൈവത്തിന് അറിയാലോ എൻ്റെ ജീവിതത്തിൽ ദുരിതം ഉണ്ടെന്നും ദുഃഖം ഉണ്ടെന്നും സഹനം ഉണ്ടെന്നും തടസ്സം ഉണ്ടെന്നും എല്ലാം അറിയുന്ന ദൈവത്തിന് എൻ്റെ ഈ ദുഃഖമൊക്കെ അറിയാലോ. അതുകൊണ്ട് ദൈവം അത് മാറ്റുമ്പോൾ മാറ്റട്ടെ. ഞാനായിട്ട് പ്രാർത്ഥിക്കാൻ പോകുന്നില്ല. ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് ദൈവത്തിന് അറിയാൻ എനിക്ക് വിവാഹ തടസ്സം ഉണ്ടെന്ന്, അത് ദൈവം മാറ്റുമ്പോൾ മാറ്റട്ടെ. ഞാനായിട്ട് അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നില്ല. അങ്ങനെയൊരു ചിന്താഗതി അത് പിശാച് തരുന്നൊരു ചിന്താഗതിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ, ദുരിതം വരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ചോദിക്കണം. നമ്മളത് മാറിപ്പോകാൻ വേണ്ടി അല്ലെങ്കിൽ അത് നടന്നു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 10-ാം തിരുവചനം നമുക്കൊന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏറ്റുപറയുന്നു. യേശു സമരീക്കാരിയോട് പറഞ്ഞ വാക്യങ്ങളാണ്, നമുക്ക് ഏറ്റുപറയാം. യേശു അവളോട് പറഞ്ഞു ദൈവത്തിന്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നു എങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. കണ്ടോ, നീ അവനോട് ചോദിക്കുകയും, ആ വാക്ക് വരുന്നത് കണ്ടോ, ചോദിക്കുകയും. ചോദിക്കുന്നവർക്കാണ് ജീവജലം പരിശുദ്ധാത്മാവിനെ ലഭിക്കുക. ദാഹിക്കുന്നവർക്കാണ് ജീവജലം പരിശുദ്ധാത്മാവിനെ ലഭിക്കുക. അപ്പം നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹമുള്ളത് പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ചോദിക്കണം. അതുകൊണ്ടാണ് വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 7:37 കർത്താവ് ഇത് പറയുന്നുണ്ട്. നമുക്ക് ആ വചനഭാഗം പറഞ്ഞ് പ്രാർത്ഥിക്കുക. പറയാം. തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിനോട് ചോദിക്കണം. ദാഹിക്കുന്നെങ്കിൽ അത് ചോദിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിക്കുക. വീടില്ലാത്തൊരു വീട് കിട്ടാൻ വേണ്ടി ചോദിക്കുക. രോഗം വരുന്ന ഒരു രോഗശാന്തിക്ക് വേണ്ടി ചോദിക്കുക. അല്ലെങ്കിൽ കുടുംബ പ്രശ്നം മാറിപ്പോകാൻ വേണ്ടി ചോദിക്കുക. കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി ചോദിക്കുക. എന്ന് വെച്ചാൽ ചോദിക്കുവിൻ ലഭിക്കുമെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് അതിൻ്റെ സന്ദേശം. അതാണ് പ്രാർത്ഥനയിലെ ശക്തിയെപ്പറ്റി ലൂക്കാ സുവിശേഷകൻ എഴുതി വെച്ച ഭാഗം നമുക്കൊന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വിരുദ്ധമായ വല്ല ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ, നെഗറ്റീവ് ചിന്തകൾ, പിശാച് കൊണ്ടുവരുന്ന ചില ചിന്തകളുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കൊന്നും വേണ്ട. ദൈവം കണ്ടറിഞ്ഞ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് അറിയാതുകൊണ്ട് ദൈവം സാധിച്ചു തരുമ്പോൾ സാധിച്ചു തരട്ടെ. അങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ, തെറ്റായ ബോധ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറിപ്പോകാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 9 മുതലുള്ള തിരുവചനം എല്ലാവരും പറഞ്ഞ് പ്രാർത്ഥിക്കാം. പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്തെന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക, മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക, മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടനായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ
ചെയ്യുന്നുവെങ്കിൽ സ്വർഗസ്നായ പിതാവ് സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. കണ്ടോ പ്രിയ സഹോദരങ്ങളെ, ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എത്രയോ സ്ഥലങ്ങളിൽ ഈ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കും കണ്ടെത്തും. അത് യേശുവിൻ്റെ സ്വഭാവം പഠിക്കുമ്പോൾ നമുക്ക് സുവിശേഷത്തിലൊക്കെ ഈ ഒരു സ്വഭാവം കാണാനായിട്ട് സാധിക്കും. യേശുവിൻ്റെ കൂടെ ഏകദേശം 3 വർഷത്തോളം ശിഷ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു. കുറേ കാലത്തോളം കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നിട്ട് പോലും ഈശോ അവരൊരു പ്രാർത്ഥന പഠിപ്പിക്കുന്നതോ വേറെ പ്രത്യേകമായിട്ട് എന്തെങ്കിലും പഠിപ്പിക്കുന്നതോ കാണുന്നില്ല. എന്നാൽ യേശുവിൻ്റെ അടുത്ത് വന്ന് അവർ ചോദിക്കുകയാണ്, ഈശോയെ ഞങ്ങളെ ഒരു പ്രാർത്ഥന പഠിപ്പിക്കണേ എന്ന് പറഞ്ഞപ്പോഴാണ് ഈശോനെ പ്രാർത്ഥന പഠിപ്പിക്കുക. നമുക്ക് ആ വചനഭാഗം ഏറ്റുപറഞ്ഞ് നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ലൂക്ക 11 ഏറ്റുപറയുന്നു. അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്നു പറഞ്ഞു, കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. അവൻ അരുൾ ചെയ്തു, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ. പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശക്തമായി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേൻ. ശബ്ദമുയർത്തി എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ രാജ്യം വരാൻ വേണ്ടി ആഗ്രഹിച്ച് സ്തുതിക്കുന്നു. നമ്മൾ കർത്താവിന്റെ രാജ്യം വരാൻ വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കർത്താവിന്റെ രാജ്യം വരും. ക്ഷമിച്ച് പ്രാർത്ഥിക്കുക, സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നമ്മുടെ വിഷമങ്ങളും വേദനകളെല്ലാം സമർപ്പിച്ച് സ്തുതിക്കുക. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ചോദിക്കുകയും ലഭിക്കും, അന്വേഷിക്കുകയും കണ്ടെത്തും, മുട്ടുകയും തുറന്നു കിട്ടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ സ്വഭാവം മനസ്സിലാക്കി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയുടെ ശക്തി വെളിപ്പെട്ട് കിട്ടട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥനയെ പറ്റിയുള്ള തെറ്റായ ബോധ്യങ്ങൾ മാറിപ്പോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുക. അറിയാവുന്ന പോലെ ഹല്ലേലൂയ പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ ഇറങ്ങി വന്ന് ഞങ്ങളെല്ലാവരും തൊണ്ടമേ യേശുവേ. ഗായക സംഘത്തോട് ചേർന്ന് കരങ്ങൾ അടിച്ച് മാറി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് ശക്തമായ കരങ്ങളടിച്ച് വിശുദ്ധ കുർബാനയെ നോക്കിക്കൊണ്ട് ആഗ്രഹിക്കുക, ദാഹിക്കുക. ദാഹിക്കുന്നവർക്ക് ലഭിക്കും, പരിശുദ്ധാത്മാവിനെ ലഭിക്കും. വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. ചന്ദ്രപാട വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. ഇരുകരത്തിൽ ശക്തമായി എല്ലാവരും സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരാ ശബ്ദമുയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, ശക്തിയായി സ്തുതിച്ചേ. നമ്മൾ ഏറ്റുപറഞ്ഞ വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ. ദൈവത്തിന്റെ ആത്മാവായ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, അമലന്മ മലിനമേ ആലാഖമാരെ മുഖ്യദൂതമാരെ സ്വർഗ്ഗത്തിൽ വിശുദ്ധരെ ഞങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കൂട്ടായ്മയിലേക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപതിനെ സഹായിക്കുന്ന സംരക്ഷണനെ വിശുദ്ധീകരിക്കുന്ന രൂപാന്തരപ്പെടുന്ന ഘടകമേ. സകല ക്ഷുദ്ര മന്ത്രവാദ അഭിജാന വിരോധം വിശ്വാസം വൈചാരിക പ്രേമ ബാധകൾ ഞങ്ങളുടെ കുടുംബത്തിന്റെ കൂട്ടായ്മയിൽ കണ്ടുകൊണ്ട് ദൂരെ പാപകരമായ സകലവും അഭിയാൻ ചതിയും വാദിക്കാൻ ഞങ്ങൾ വിട്ടുപോകട്ടെ. സർവ്വജന ദൈവമായ യേശുവിന്റെ നാമത്തിൽ
ഇപ്പോൾ ഞാൻ കൽപ്പിക്കുന്നു, വിട്ടുപോട്ടെ. വിളിച്ച് 3 പ്രാവശ്യം യേശുവേ എന്ന് ഉച്ചത്തിലൊന്ന് വിളിച്ച് യേശുവേ യേശുവേ യേശുവേ. കരങ്ങളടിച്ചുകൊണ്ട് ശക്തിയോടെ കരങ്ങളടിച്ച് യേശുവിലേക്ക് നോക്കിക്കൊണ്ട് അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വിരിക്കും, ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വിരിക്കും, ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. പാടി കേൾക്കാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. എല്ലാവരും സുഖിച്ച് ശബ്ദമുയർത്തി സുഖിച്ച് പ്രാർത്ഥിക്കുക. ഈശോയിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിക്കുന്നു. നമ്മുടെ ഏറ്റുപറഞ്ഞ വചനങ്ങൾ അഭിഷേകം വേണ്ടേ? പ്രാർത്ഥിക്കുന്ന തടസ്സം വിട്ടുപോട്ടെ. പ്രാർത്ഥനയിൽ സ്ഥിരമില്ലാത്ത അവസ്ഥ ഈശോയെ ഞങ്ങൾ എടുത്തു മാറ്റണമേ. മധ്യസ്ഥ പ്രാർത്ഥന വരണമെന്നമേ. വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കുള്ള പ്രബന്ധമേ പരിശുദ്ധാത്മാവേ. വചനം വായിക്കാനുള്ള പ്രബന്ധമേ പരിശുദ്ധാത്മാവേ. വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള പ്രബന്ധമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ ഇടപെടണമേ. എല്ലാവരും സുഖിച്ച് തടസ്സങ്ങൾ മാറിപ്പോട്ടെ. ഭാഷയുള്ള ഭാഷ ശ്രദ്ധിക്കുന്നു. ശാന്തമായി ശ്രദ്ധിക്കുന്നു. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ശ്രദ്ധിക്കുന്നു, ശത്രുക്കൾക്ക് വേണ്ടി ശ്രദ്ധിക്കുന്നു, അയൽപ്പക്കാർക്ക് വേണ്ടി ശ്രദ്ധിക്കുന്നു. ഹാലുലിയ ഹാലുലിയ ഹാലുലിയ. വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിക്കുക. ഹാലുലിയ 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 ഹാലുലിയ. യേശുവിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹാർട്ടിന് പ്രോബ്ലമുള്ള, ശ്വാസമുട്ട് ഉള്ള മിനി എന്ന മകളെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. സ്തുതിച്ച് പ്രാർത്ഥിക്കുക. സെബിൻ എന്ന മകൻ്റെ ജീവിതത്തിൽ കർത്താവ് ശക്തമായിട്ട് ഇടപെടുന്നുണ്ട്. സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ജീനയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. സാമ്പത്തിക മേഖലയിൽ ബുദ്ധിമുട്ടുള്ള ജോയി എന്ന മകൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നുണ്ട്. പഠന മേഖലയിലെ ബുദ്ധിമുട്ട് എടുത്തു മാറ്റി അലീന എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. യൂറിൻ ഇൻഫെക്ഷനും ശക്തമായ അടിവയറ് വേദനയുമുള്ള ഒരു മകൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. സോനയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ശക്തമായ എലിശല്യമുള്ള ഭവനത്തിൽ നിന്ന് ഈശോ അത് എടുത്തു മാറ്റി അല്ലെങ്കിൽ വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ശക്തമായ തോളല് വേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ബീന എന്ന മകളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. ബ്രെയിൻ സംബന്ധമായ രോഗം ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിക്ക് പൂർണ്ണ സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു അപകടത്തെ തുടർന്ന് എല്ലുപൊട്ടി കിടപ്പിലായ നിരാശയിലായിരിക്കുന്ന ഒരു മകനെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു. അസാധാരണമായ രീതിയിൽ അമിതമായ വേർപ്പുള്ള ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. പാമ്പുകടിയേറ്റ ഒരു വ്യക്തിയുടെ അലർജി, ചൊറിച്ചില്, ശ്വാസമുട്ട് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. വായ്പുണ്ണുള്ളവർ പ്രാർത്ഥിക്കുക. വായ്പുണ്ണ് കർത്താവ് പല മക്കൾക്കും സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ജിബിൻ എന്ന വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് കാഴ്ചശക്തി തിരികെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ആനി എന്ന മകളുടെ നടുവേദന കർത്താവ് സുഖപ്പെടുന്നു. ഒരു ഫിസ്റ്റുല രോഗിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ജപ്തിയുടെ വക്കീലെത്തിയ ഒരു കുടുംബത്തെ കർത്താവ് അത്ഭുതകരമായി ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. മകളുടെ പഠനത്തിന് ആവശ്യമായ പണത്തെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെട്ടിരിക്കുന്ന ഒരു അപ്പനോട് പേടിക്കേണ്ട, ഭയപ്പെടേണ്ട എന്ന് കർത്താവ് സന്ദേശം തരുന്നു. അരയ്ക്ക് താഴെ തളർന്നുപോയ ജോസഫ് എന്ന മകനെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. സ്പൈനൽ കോഡിന് ഛേദം സംഭവിച്ച വ്യക്തിയാണെന്ന് ഈശോ കാണിക്കുന്നു. റോസി എന്ന മകളുടെ മുട്ടുവേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു 4.5 സെന്റ് സ്ഥലത്തിന്റെ വിൽപ്പന തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷനുള്ള ഇപ്പോൾ ഹോസ്പിറ്റലിലായിരിക്കുന്ന ഒരു മകളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ ഒരു കൊച്ചുകുട്ടിക്ക് ഓപ്പറേഷൻ കൂടാതെ തന്നെ സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. കാല് പൊള്ളിയ ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു.
കടബാധ്യതയുള്ളവർ ശക്തമായി പ്രാർത്ഥിക്കുക. പലരുടെയും കടബാധ്യതയിൽ കർത്താവ് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. ചൊറിച്ചിൽ കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നുണ്ട്. ചിപ്പി എന്നൊരു പേര് തരുന്നു. ചിപ്പിയുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. രാത്രിയിൽ കിടന്നുറങ്ങുമ്പോഴെല്ലാം അറിയാതെ കിടക്കയിൽ മൂത്രം പോകുന്ന അവസ്ഥയുള്ള ഒരു വ്യക്തിക്ക് അതിൽ നിന്ന് വിടുതൽ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. 12 വർഷത്തോളമായിട്ടുള്ള ഷോൾഡർ വേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു വീട്ടിൽ നിന്ന് പാമ്പ് ശല്യം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. ഒരു കുഞ്ഞുള്ള ഒരു വീടാണ്. ആ കുഞ്ഞിൻ്റെ കഴുത്തിൽ ഉത്തിരിയും ഇട്ടുകൊടുക്കാനും കർത്താവ് സന്ദേശം തരുന്നു. അയ്യന്തോൾ ഭാഗത്തുനിന്നും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. ശക്തമായ മുഖക്കുരുള്ള ഒരു മകൾക്ക് മുഖക്കുരു കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു ഭവനത്തിൽ നിന്നും ശക്തമായ ഈച്ചശല്യം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. അടുക്കളയിൽ പ്രത്യേകിച്ച് അതിശക്തമായ ഈച്ചശല്യം കർത്താവ് എടുത്തു മാറ്റുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള, വിവാഹം നടക്കാതെ വിഷമിക്കുന്ന, ഇനി വിവാഹം വേണ്ട എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു മകളുടെ വിവാഹ തടസ്സം കർത്താവ് എടുത്തു മാറ്റി സാമ്പത്തിക മേഖലയെ കർത്താവ് ക്രമീകരിച്ച് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. വെന്തിങ്ങിയ കഴുത്തിലില്ലാത്ത, ഉത്തിരിയ കഴുത്തിലില്ലാത്ത അനേകരെ കർത്താവ് കാണിക്കുകയാണ്. എല്ലാവരും കഴുത്തിൽ ഭക്തിപൂർവ്വം ഒരു വെന്തിങ്ങിയ അല്ലെങ്കിൽ ഉത്തിരിയം ധരിക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. അന്നനാളത്തെ ക്യാൻസറുള്ള ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്. വചനം വായിക്കാൻ കർത്താവ് വ്യക്തിക്ക് സന്ദേശം തരികയാണ്. നാവിൻ്റെ അടിയിൽ തരിതരി പോലെ കുരുക്കളുള്ള ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ബ്രെയിൻ ട്യൂമറുള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് മേരി. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഞാൻ 2023 മാർച്ച് മാസമാണ് ഏൽ റുഹയിൽ വന്നിരുന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഹോളി ഓയിൽ, വെഞ്ചിരിച്ച ഒലിവ് ഓയിൽ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 36 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ കാലിൽ ടീപ്പോയ് വീണിട്ട് എൻ്റെ നഖത്തിന് കേട് പറ്റിയിട്ടുണ്ടായിരുന്നു. നഖം കംപ്ലീറ്റ് ആയിട്ട് ഡെഡായി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഡോക്ടേഴ്സിനൊക്കെ ഒരുപാട് കാണിച്ചു, 3-4 ഡോക്ടേഴ്സിനെ കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നഖം കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാം, പക്ഷേ ചാൻസ് ഒന്നുമില്ല പുതിയത് വരാൻ, കാരണം കടയ്ക്ക് തന്നെയാണ് അത് അപകടം പറ്റിയിരിക്കുന്നത്, അതായത് ഡാമേജ് പറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഹോപ്പൊന്നും അധികമില്ല, പക്ഷേ നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനധികം വേദനയും ഇതൊക്കെ വിചാരിച്ചിട്ടും പിന്നെ അതിൻ്റെ ഒരു ഇത് കാരണം ഞാനത് അങ്ങനെ വിട്ടു, കാര്യമില്ല. പിന്നെ കുറച്ച് മരുന്നുകളൊക്കെ അവർ തന്നിരുന്നു. പക്ഷേ എങ്കിലും നഖം വളരുമ്പോൾ അത് ഹാർഡാവും, കൂടാതെ ദശ ഇങ്ങനെ പൊടിഞ്ഞു വരുമായിരുന്നു. വർഷങ്ങളങ്ങനെ കഴിഞ്ഞു. പിന്നെ ഞാനത് ആക്സെപ്റ്റ് ചെയ്തു. പക്ഷേ ഈ കഴിഞ്ഞ വർഷം ഞാനിവിടെ നിന്ന് കൊണ്ടുപോയ ഹോളി ഓയിൽ ജസ്റ്റ് വെറുതെ ഒരു മനസ്സിലൊന്ന് തോന്നി, അങ്ങനെ ഞാനൊന്ന് തടവി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ആ നഖം അങ്ങ് കംപ്ലീറ്റ് പൊളിഞ്ഞു പോയി. നഖം പൊളിഞ്ഞു പോയി കുറേ ദിവസം കഴിഞ്ഞപ്പോൾ പതുക്കെ ഒരു കറുത്ത നഖം അതിൻ്റെ ഉള്ളിൽ നിന്ന് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പോയി, ഇനിയിപ്പോൾ ഇങ്ങനെ ആവുമോ. പക്ഷേ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പം ആ കറുപ്പുള്ള നഖം കംപ്ലീറ്റ് പോയിട്ട് ഒരു പുതിയ നഖം ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് 36 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ കാലിൽ അങ്ങനത്തെ പുതിയ ഒരു സാധാരണ ആ നഖം വീണ്ടും വന്നു. എനിക്കത് ഒരുപാട് അത്ഭുതമായിരുന്നു. എല്ലാവർക്കും അത് വലിയൊരു അതിശയമായിരുന്നു. രണ്ടാമത്തത് എനിക്ക് ഇതിന് മുൻപ് എസിഡിറ്റിയുടെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടറെ കാണിച്ചു, മരുന്ന് കഴിക്കും, അത് അങ്ങ് മാറിപ്പോവും. പക്ഷേ എങ്കിലും പിന്നീട് കുറച്ച് ഇതൊക്കെ കഴിയുമ്പോൾ വീണ്ടും വരും. അപ്പോൾ 2023 ഫെബ്രുവരി മാസത്തെ അത്ഭുത ജപമാല കാണുമ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, മേരി എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു, കർത്താവ് അത് ഞാനായിരിക്കണമേ. കൂടാതെ നിയോഗം വെച്ചു, 1 വർഷം ഞാനിപ്പോൾ മരുന്നൊന്നും കഴിക്കാനില്ല, പക്ഷേ അല്ലാതെ ഈ അസുഖമൊന്നും ഇല്ലാതെ എല്ലാ ഫുഡും എനിക്ക് കഴിക്കാൻ പറ്റി, ഈ പ്രോബ്ലം ഒന്നും ഇല്ലാതെ ഇരുന്നാൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന്. ഇപ്പം 2024 ഫെബ്രുവരി കഴിഞ്ഞു, എനിക്ക് യാതൊരു കുഴപ്പമില്ല. അത് സാക്ഷ്യപ്പെടുത്തുവാനും കൂടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. മൂന്നാമത് എൻ്റെ മകൻ എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യാനായിട്ട് ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഫിസിക്സ് കുറച്ച് ബുദ്ധിമുട്ടുള്ള വിഷയമായിരുന്നു. അപ്പോൾ പറഞ്ഞു, അമ്മ എനിക്ക് ഫിസിക്സ് കുറച്ച് ടഫാണ്, അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് മോനോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 2023 ഒക്ടോബർ മാസത്തിലാണെന്ന് തോന്നുന്നു, കറക്റ്റ് ഓർമ്മയില്ല. അത്ഭുത ജപമാലയുടെ ഇത് കൂട്ടുന്ന സമയത്ത് അച്ഛനിങ്ങനെ വിളിച്ചു പറഞ്ഞു, ഫിസിക്സ് വിഷയം ബുദ്ധിമുട്ടുള്ളവരെ കർത്താവ് അനുഗ്രഹിക്കണം, അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറയുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നീട് ആ സബ്ജക്റ്റ് വളരെയധികം എളുപ്പമായിട്ട് അവന് മാറി. ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ നൽകിയ ഈശോയ്ക്ക് ഒരുപാട് നന്ദി, മഹത്വവും. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളൊരു ശക്തമായൊരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഏകദേശം 36 വർഷം മുമ്പ് ഈ കാലിൽ നഖം ഇങ്ങനെ ഒരു ടീപ്പോയി വീണ് അത് കെട്ടുപോയതാണ്. പിന്നീട് കുറേ ഡോക്ടർമാരെ കണ്ട് അത് നേരേക്ക് എടുക്കാനായിട്ടും സൗഖ്യം കിട്ടാൻ വേണ്ടി പരിശ്രമിച്ചു, മാറിയില്ല. പക്ഷേ ഈ ഭൂതോച്ചാരണ വസ്തുക്കളുടെ പ്രാധാന്യം പല പ്രാവശ്യം അച്ഛൻ പറയാറുള്ളതാണ്. സ്നേഹമുള്ളവരെ, ഇവിടുന്ന് വെഞ്ചിരിച്ച ഒലിവ് ഓയിൽ അത് വാങ്ങിക്കൊണ്ടുപോയി പുരട്ടിയപ്പോൾ അത്ഭുതകരമായ രീതിയിൽ ഇതാ ഒരു പുതിയ നഖം വരികയാണ്. നമുക്ക് ചിലപ്പോൾ നിസ്സാരമാണെന്ന പോലെ തോന്നും, പക്ഷേ ആ സഹോദരി പറഞ്ഞത് കേട്ടല്ലോ, അവർക്കെല്ലാവർക്കും ഭയങ്കര അത്ഭുതമായി. മാത്രമല്ല അസിഡിറ്റി, മകൻ്റെ പഠന മേഖല, ഈ മേഖലകളിലൊക്കെ അത്ഭുതങ്ങളുടെ ജപമാല പ്രത്യേകം നിയമിച്ച് കണ്ടപ്പോൾ പ്രത്യേകം കർത്താവ് ആ മേഖലയിലൊക്കെ സൗഖ്യവും
പഠനത്തിൽ നല്ല ഉന്നത വിജയം നൽകി കർത്താവ് അനുഗ്രഹിക്കുക. ഇതൊക്കെ നമുക്ക് വലിയൊരു മാതൃകയാണ്. അത്ഭുത ജപമാല കണ്ട് പ്രാർത്ഥിക്കുക, വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇപ്പോൾ എൽറുഹ ദൈവവചന ശുശ്രൂഷയിലും ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ കർത്താവ് ഇപ്പോൾ പലരും വിളിച്ചു പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളൊക്കെ ഇവിടേക്ക് എൽറുഹ ധ്യാന കേന്ദ്രത്തിലേക്ക് ഒന്ന് വിളിച്ചറിയിച്ച് സാക്ഷ്യപ്പെടുത്തണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകൾ കുത്തി ഈശോയുടെ ആശീർവാദം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ചുകൊണ്ട് സ്വീകരിക്കാം. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിലേക്ക് നോക്കി സ്തുതിക്കുക. നല്ല പ്രാർത്ഥനയുടെ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് സ്തുതിക്കുക. ശക്തമായി സ്തുതിക്കുന്നു. ഇന്ന് നമ്മൾ ഏറ്റുപറഞ്ഞ എല്ലാ വചനത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് സ്തുതിക്കുന്നു. ബൈബിൾ വായിക്കാനുള്ള കൃപ ലഭിക്കണമേ പരിശുദ്ധാത്മാവേ. കരുണാമയ കനിയണമേ ദൈവപിതാവേ, കനിയണമേ കരുണയായിരിക്കണമേ ഞങ്ങളിൽ കരുണയായിരിക്കണമേ.